തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് ഒരുങ്ങി ഇന്ത്യ മുന്നണി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അസാധാരണമായൊരു നീക്കമാണ്. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ചർച്ച അവിടെ ഉണ്ടായത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചാകും നീക്കം. അതിന്റെ പ്രാഥമിക ചർച്ചകൾ തുടങ്ങി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അത് അസാധാരണമായൊരു നീക്കമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ എന്താണ് വോട്ട് ചോർച്ച എന്നൊക്കെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെയുള്ള ഭീഷണികൾ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായത്. ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് 1 ലക്ഷം കള്ളവോട്ടുണ്ടോ എന്നതിനും ABCDFGH എന്ന പേരിലുള്ള അച്ഛന്മാരുടെ പേര് വന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. 00 എന്നുള്ള വീട്ടുപേര് ഒരുപക്ഷെ വീടില്ലാത്തവരുടെ വോട്ടായിരിക്കാം എന്ന് പറയുന്നു എന്നതിനപ്പുറം ഈ പറയുന്ന CCTV പുറത്തുവിടാത്തതിന് കാരണം ഏതെങ്കിലും സുപ്രീം കോടതി വിധി ഉദ്ധരിക്കലല്ല. ഈ പറയുന്ന സ്ത്രീകളുടെ പടം അല്ലെങ്കിൽ വോട്ട് ചെയ്ത ബഹന്മാരുടെയും അമ്മമാരുടെയും പടം പുറത്തുവിടണോ എന്നൊക്കെയുള്ള മറുവാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. അച്യുതൻ വിവരം വെച്ചിരുന്നു. അച്യുതൻ, അങ്ങനെയാണെങ്കിൽ അത് അതിനിർണായകമായൊരു നീക്കമാണ്. അതിനുള്ള പോസിബിലിറ്റിയെ പറ്റി ഇന്ത്യ മുന്നണി ആലോചിക്കുന്നത് എങ്ങനെയാണ്? അത് അസാധാരണമാണ്, രാജ്യചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്തതുമാണ്. അച്യുതൻ. തീർച്ചയായിട്ടും, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ടാവുന്നത്. ആദ്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ചായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കമ്മീഷൻ ചില നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പരിശോധിക്കുന്നത്. അതിനായിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 10:15 പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ പാർലമെന്റ് ഓഫീസിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ചർച്ചകൾ ഉടലെടുത്തത്. ആ ചർച്ചയിൽ നിലവിൽ പ്രാഥമികഘട്ട ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ മറ്റു വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു ഇംപീച്ച്മെന്റുമായി മുന്നോട്ട് പോകാനായി പ്രതിപക്ഷം തയ്യാറെടുക്കുക. നേരത്തെ തന്നെ ഇതിന്റെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇതിപ്പോൾ കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും ഇതിനെതിരെ കൃത്യമായ ഒരു സന്ദേശം നൽകാനും കൂടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള തരത്തിലേക്ക് ഒരു ചർച്ചകളിലേക്ക് അടുത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ സാധ്യതകളും നിയമപരമായും ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ പരിശോധിച്ചു വരുന്നതായാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമികഘട്ട ചർച്ചകളാണ്. തുടർന്നും ഇന്ത്യ മുന്നണി യോഗം ചേർന്നുകൊണ്ടായിരിക്കും ഇതിലൊരു വ്യക്തമായ തീരുമാനവും എന്നായിരിക്കും ഈ ഇംപീച്ച്മെന്റ് പ്രമേയവുമായി മുൻപോട്ട് വരിക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അതിന്റെ പ്രാരംഭഘട്ട നടപടികൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി ആരംഭിച്ചിരിക്കുകയാണ്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.